ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ചാൽ ബറാത്തിരാവിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് എൻ്റെ അടുത്ത സ്പെഷ്യൽ എന്ന് വെച്ചാൽ പാൽവായിക്ക കേട്ടോ. കുറേ കാലത്തിന് ശേഷമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെ അതിൻ്റെ റെസിപ്പി ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോവാം. ആദ്യമായിട്ട് ഞാൻ ചൂടുവെള്ളത്തിലോട്ട് സാബുനിട്ടിട്ട് നല്ലോണം വേവിച്ചെടുക്കാം. എന്നിട്ട് അതിലോട്ട് കുറച്ച് പാൽ ഒഴിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് പാൽ ഒഴിച്ചിട്ട് അതിലോട്ട് കുറച്ച് ഏലക്കായ പൊടിച്ചതിട്ട് കൊടുക്കാം. ഏലക്കായ പൊടിച്ചിട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് മൂന്നും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പഴമൊന്ന് വാട്ടിയിട്ടാണ് കേട്ടോ ഇടുന്നത്. അതുകൊണ്ട് ഫ്രൈ പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് അതിലോട്ട് പഴം ഇട്ട് നല്ലോണം വാട്ടിയെടുക്കേണ്ടത്. ഓവർ വഴന്ന് പോകാൻ പാടില്ല കേട്ടോ. അപ്പോൾ അതേ നല്ലോണം ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം പായസപ്പുറത്ത് നല്ല അടിപൊളിയായിട്ട് ഇതാവുന്നുണ്ട്. അപ്പോൾ അത് അടി പിടിക്കാണ്ട് നോക്കിയേ വേണം കേട്ടോ. അപ്പോൾ ഇത് തിളച്ച് വരുമ്പോൾ ഞാൻ അതിലോട്ട് പഴം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പഴം വാട്ടിയതും അതിലോട്ട് ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലോട്ട് കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. മധുരത്തിന് ആവശ്യമുള്ള മിൽക്ക് മെയ്ഡും പിന്നെ അതിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ടിട്ട് പിന്നെ അതിലോട്ട് പിന്നെ ലാസ്റ്റ് നമ്മൾ പഞ്ചസാരയും ഇട്ടിട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള മതി കേട്ടോ. എന്നിട്ട് പിന്നെ അതെ ലാസ്റ്റ് നമ്മൾ നെയ്യിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം. റോസ്റ്റ് ചെയ്തെടുത്തിട്ട് നേരെ പായസത്തിലോട്ട് ഒഴിച്ചാണ്ടല്ലോ അടിപൊളി പായസം അവിടെ റെഡി ആയിട്ടോ. അപ്പോൾ അതെ ഞാൻ നല്ലോണം റോസ്റ്റ് ചെയ്തെടുത്തിട്ട് പായസത്തിലോട്ട് ഒഴിച്ചു. അപ്പോൾ അതെ നമ്മളെ പായസം അവിടെ സെറ്റായിട്ടോ. നല്ല ടേസ്റ്റുള്ള പായസമായിരുന്നു. അപ്പോൾ ഇത് എല്ലാവരും വന്നു. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഗ്ലാസ്സിലാക്കിയിട്ട് ഞങ്ങളെല്ലാവർക്കും കൊടുക്കുകയാണ്. അപ്പം ഞങ്ങളെ കുറച്ച് കുടുംബക്കാർ വന്നു. പിന്നെ ഞങ്ങളെ മേത്തല പള്ളിയിലെ ഉസ്താദും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ദ്വാരക്കലൊക്കെ കഴിഞ്ഞ് അങ്ങനെ കുറേ നേരം പോയി. പിന്നെ എല്ലാവരും വന്ന് പിന്നെ ഉപ്പൻ്റെ അനിയനും മക്കളൊക്കെ വന്നിട്ടായിരുന്നു. അപ്പോൾ അതേപോലെയൊക്കെ പോവുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ എൻ്റെ വീഡിയോ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെങ്കിൽ ബൈ ബൈ.